മലയാളികളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പടമാണ് കത്തനാർ. അതിനെ കുറിച്ച് ഒന്നും പറയില്ല. അതിന്റെ റേറ്റർ ഒന്നും സ്പോയിലർ ഇല്ലാത്ത രീതിയിൽ പറഞ്ഞാൽ ഒന്നും പറയില്ല. അല്ല, എന്നത്തെ റിലീസ് പ്ലാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ, അറിയില്ല, നോക്കണം. അതിനെ പറ്റി ഞാനല്ല അതിനെ കുറിച്ച് പറയണ്ടേ. അതാ കേരളം കണ്ട ഏറ്റവും വലിയ സിനിമയും ആവട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കും. ആ രീതിയിലുള്ള വലിയ സ്കെയിലല്ല അതിന്. അത്രയും മലയാളത്തിൽ ഇതുവരെ കാണാത്ത രീതിയിൽ ബഡ്ജറ്റാണ് അതിന് തന്നെ. മലയാളത്തിൽ ഇതുവരെ ഇറങ്ങാത്ത രീതിയിലൊരു ബഡ്ജറ്റ്. അങ്ങനെ പറയാൻ പറ്റില്ല. നല്ല സിനിമ ആവണം എന്ന് വിചാരിച്ചിട്ടല്ല എല്ലാവരും സിനിമ എടുക്കുന്നത്. നമ്മളും നല്ല സിനിമ ആവണം എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. ഇനി ലോകത്തിന്റെ കയ്യിലാണ്. നന്നാവും എന്നാണ് പ്രതീക്ഷ. നന്നാവട്ടെ. അല്ല, ഇതുവരെ കാണാത്തൊരു ബഡ്ജറ്റ് അതിനുണ്ട് മലയാള സിനിമയിൽ. കാണാത്ത ആ കാര്യമൊന്നും ഞാൻ പറയാൻ പാടില്ല. ഞാൻ പറയാൻ പാടുള്ള അല്ല. ഇത് പ്രൊഡ്യൂസർ ഉണ്ട്, സിനിമയുടെ റിലീസിനെ കുറിച്ച് ഡയറക്ടർ പറയും, ഇതൊക്കെയല്ലേ. അതിന്റെ മുഴുവൻ അവസാനം വരെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു. നമ്മളൊരു 5-6 വർഷം അതിനുവേണ്ടി സമയവും ഒക്കെ ചെലവാക്കിയാണ്. അപ്പൊ അത് അങ്ങനെ ഒന്നായി വരട്ടെ. ഈ ബാഹുബലി ഇറങ്ങിയപ്പോ പ്രഭാസിനൊരു പാൻ ഇന്ത്യൻ സ്റ്റാർ വന്നിരിക്കുക ചോദ്യം. പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നൊരു പദവി കിട്ടിയിട്ടുണ്ടായിരുന്നു. പുള്ളി അതിനുശേഷം ഭയങ്കര രീതിയിലുള്ള അറ്റൻഷൻ പ്രേക്ഷകരുടെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഒരു വളർച്ച ജയസൂര്യൻ കിട്ടുന്നു. അല്ല, അതില് കാര്യം ഇതാണ്, നമ്മളൊരാള് പാൻ ഇന്ത്യൻ സ്റ്റാർ ആവണം, പാൻ ഗ്ലോബൽ സ്റ്റാർ ആവണം, അങ്ങനെ വിചാരിച്ച ആരും ആവുന്നില്ല. അങ്ങനെ വിചാരിച്ചൊരു സിനിമ ചെയ്യില്ലല്ലോ. അപ്പം അദ്ദേഹം ആയാലും ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യത്തിന് സമയം ചെലവഴിച്ച് ഒരു തപസ് പോലെ കാത്തിരുന്ന് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. അപ്പോൾ പാൻ ഇന്ത്യൻ സ്റ്റാർ ആവുക അങ്ങനെ ഉദ്ദേശത്തിലല്ലല്ലോ ഒരു സാധനം ചെയ്യാൻ, നല്ലൊരു സാധനം ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു കാര്യം ആവട്ടെ എന്നുള്ളതാണ്. ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയാണ്? കേരളത്തിലുള്ള ആൾക്കാരാണോ പുറത്തുള്ള ആൾക്കാരാണോ? പല ആളുകളുണ്ട്, പല തലത്തിലുള്ള ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രെയിലർ കണ്ടില്ല, ട്രെയിലർ ഇറങ്ങിയില്ല. ഗെയിം ഓഫ് ത്രോണിന്റെ സീരീസിലേക്ക് ഒരു കളർ പാലറ്റ് പോലൊക്കെ തോന്നി. അതേ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒരു സിമിലാരിറ്റി തോന്നി. അങ്ങനെ റെഫറൻസ് എടുത്തിരുന്നോ? അങ്ങനെ വേറെ ഫിലിമിന്റെ റെഫറൻസസ് എടുത്തിട്ടില്ല. പിന്നെ നമ്മളെ ഒരു ഭാവുകത്വം മാറിയിട്ടുണ്ട്. ഈ കോവിഡ് കാലത്തിന് ശേഷം നമ്മൾ ധാരാളം ഫോറിൻ ഫിലിംസും സീരീസൊക്കെ കാണുന്നവർ എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ കാഴ്ചാശീലങ്ങളൊക്കെ നമ്മളെയും സ്വാധീനിക്കുന്നുണ്ടാവും, കാണുന്ന ആളുകളെയും സ്വാധീനിക്കുന്നുണ്ടാവും, എഴുതുന്ന ആളുകളെയും സ്വാധീനിക്കും, ക്യാപ്ചർ ചെയ്യുന്ന ആളുകളെയും സ്വാധീനിക്കും. അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ. ടോട്ടൽ എത്ര ഷൂട്ടിംഗ്? നമ്മൾ 200+ ദിവസത്തോളം പോയില്ലേ. ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് ആ സമയത്ത്, കഴിഞ്ഞ സമയത്ത് 200+ ദിവസങ്ങളോളം ഷൂട്ടിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അല്ല, അത് ഇപ്പം പോസ്റ്റ് പ്രൊഡക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷന്റെ ഭാഗമല്ലേ. അപ്പൊ അതൊക്കെ നടക്കുന്നുണ്ട് ഇതിന്റെ കൂടെ. മലയാളത്തിൽ ഇതുവരെ കാണാത്ത താരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറെ ആൾക്കാരെ പ്രഭുദേവ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ ആൾക്കാർ ചെയ്യാത്ത കുറെ ആൾക്കാർ ഇനിയും കാണാനുണ്ട്. ഉണ്ടാവട്ടെ. നിലവിൽ ആരൊക്കെ ഉണ്ട്? പുറത്തിട്ട കാര്യങ്ങൾ പറയുമ്പോൾ ആരൊക്കെ നിലവിലെ കണ്ടില്ലേ? അനുഷ്ക ഷെട്ടിയെ കണ്ടു, പ്രഭുദേവയെ കണ്ടു, ഇതൊക്കെ കണ്ടില്ലേ. അത് അങ്ങനെയൊക്കെ തന്നെ. അതായത് ഇപ്പൊ കത്തനാർ എന്ന് പറയുമ്പോൾ ഒരു ഡിവൈനും കൂടിയാണ്. അപ്പൊ അത് ഡിവൈനും കൂടി ഒരു ഐതിഹ്യം എന്നുള്ള ലെവലിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ നിങ്ങൾ കൊമേഴ്ഷ്യൽ രീതിയിലാണോ അതിനെ എല്ലാ ഓഡിയൻസിനും വർക്കാവുന്ന രീതിയിലാണോ? അല്ല, അതാ ഞാൻ പറഞ്ഞേ, ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും കാണണം, ഇഷ്ടപ്പെടണം എന്നുള്ളതല്ലല്ലോ ചെയ്യാം. ചില കാര്യങ്ങൾ ചില ആളുകൾക്ക് ഇഷ്ടാവും, ചില കാര്യങ്ങൾ ചില ആളുകൾക്ക് ഇഷ്ടാവില്ല. അപ്പോൾ ആരും ഇന്നൊരു പ്രത്യേക രീതിയിൽ ചെയ്യണം എന്ന് വിചാരിച്ചല്ലോ ചെയ്യാം. ലോകം വന്ന സമയത്ത് മലയാള സിനിമയുടെ ബഡ്ജറ്റും ടെക്നോളജി കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇനി കത്തനാർ വരുമ്പോൾ അതൊന്നുകൂടി ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് സ്കെയിലാണ് വരുന്നത് അല്ലേ. ലോകമൊക്കെ അങ്ങനെയാണ് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം ചർച്ചകളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവട്ടെ. VFX ഒക്കെ നമ്മൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലായി ലോക സിനിമയിൽ കൂടെ. അതിന് മുമ്പ് വരെയൊക്കെ നമ്മൾ കാണുമ്പോൾ ഇത് കാർട്ടൂണാണ്, മാറ്റം വന്നില്ലേ, ധാരാളം ടെക്നോളജി മാറ്റം വന്നു. അതും അതൊക്കെ ഒരു ഇതുണ്ടാവുമോ? അങ്ങനെ ഒരു ടെക്നോളജി ഒക്കെ ഇതിലും ഉണ്ടാവുമോ? ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഓരോ പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെയാണല്ലേ. ഞാൻ ഈ സിനിമയെ കുറിച്ച് എന്ത് പറഞ്ഞാലും അത് ഞങ്ങളൊരു കുട്ടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ കാര്യങ്ങളുണ്ടാവും പറയാൻ. അങ്ങനെയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജഡ്ജ്മെന്റ് തെറ്റായിരിക്കും.
അതുകൊണ്ട് എൻ്റെ ജഡ്ജ്മെന്റ് ആരും എടുക്കണ്ട. അല്ല, പ്രഭാസിന്റെ ആദ്യം ഇറങ്ങിയ സമയത്ത് VFX പറ്റി വളരെ ചർച്ച നടന്ന ഒരു സംഭവമാണ്. ഒരുപാട് ബഡ്ജറ്റിൽ ഇറക്കിയ ഒരു പടം, അതിന്റെ VFX ട്രെയിലർ ഇറങ്ങിയപ്പോഴത്തേക്കിനും ആളുകൾ ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ പടം തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ആൾക്കാർ VFXന്റെ പേരിൽ ഒരുപാട് പഴി പറഞ്ഞ ചിത്രമാണ്. അപ്പം അങ്ങനെ ഒരു ചലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നില്ല ഈ പടത്തിന്റെ അങ്ങനെ ഒരു ചലഞ്ച്? അല്ല, VFX എല്ലാ കാലത്തും ഒരു ചലഞ്ചാണല്ലോ. കാരണം ഒരിക്കലും റിയാലിറ്റിയെ മാച്ച് ചെയ്യുന്ന VFX നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ VFX എല്ലാ കാലത്തും ഒരു ചലഞ്ചാണ്. അത് എല്ലാവർക്കും ഉണ്ടാവും എല്ലാ കാലത്തും. മാറുന്ന കാലത്ത് കുറച്ചും കൂടെ നല്ല നല്ല ടെക്നോളജികൾ വരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ മാറ്റം ഇനിയുള്ള ഫ്യൂച്ചർ സിനിമകളിൽ ഉണ്ടാവും. ഇതിന്റെ VFX ചെയ്തവിടെ റെഡ് ചില്ലീസിലാണ്? അല്ലല്ല, ഇതിന് പല തരത്തിലാണ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞില്ല, അതേക്കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല. ഞാനല്ല അതിനെക്കുറിച്ച് പറയുന്നത്. ഈഗർലി വെയിറ്റിംഗ്. ലാലേട്ടനായിട്ടുള്ള യാത്രകളൊക്കെ നല്ലായിരുന്നു. അങ്ങനെ വിചാരിച്ച് പോകാറില്ല എവിടെയും. അങ്ങനെ പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെന്ന് തോന്നിയാൽ പോകാറുള്ളൂ. അങ്ങനെ പ്ലാൻ ചെയ്ത് പോകാറില്ല. ഇതൊക്കെ സംഭവിക്കുന്നതാണ്, അത്രയേ ഉള്ളൂ.